കൊറോണ നിയന്ത്രിച്ചതിന്റെ കാരണം വേറെ ഒന്നുമല്ല. 30°C ചൂടിന് മേലെയുള്ള ഒരു പ്രദേശത്തും കൊറോണ വൈറസ് ഉണ്ടാവില്ല. ഇത് ചൈനയിൽ നിന്ന് വന്നതാണ്. ഇവിടുത്തെ ചൂട് കെട്ടിയപ്പോൾ തന്നെ അത് തീർന്നു. അല്ലാതെ സംസ്ഥാന സർക്കാരിന്റെ പങ്കൊന്നതിനൊന്നുമില്ല. നേരെ മറിച്ച് 30° താണു കഴിഞ്ഞാൽ ഏത് സർക്കാർ ഭരിച്ചാലും കൊറോണ ഉണ്ടാവും. കേരളത്തിന്റെ പുതിയ ഹെൽത്ത് മിനിസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഷെയർ ചെയ്ത് വരുന്ന ഒരു പോസ്റ്റാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്നാണെന്നറിയോ? ഈ പോസ്റ്റൊക്കെ ഷെയർ ചെയ്യുന്ന ആരാന്നറിയോ? കമ്മികൾ. എങ്ങനെ ചിരിക്കാതിരിക്കും എന്ന് പറയാം. അയ്യോ, ഞങ്ങളുടെ മന്ത്രിസഭയിലുള്ള പിന്നെ മന്ത്രിമാർക്കൊക്കെ നല്ല അറിവായിരുന്നല്ലോ. ഭയങ്കര അറിവാണ്. എല്ലാത്തിൻ്റെ ഫ്രണ്ടിൽ മറ്റേ ഈ ADV അഡ്വക്കേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുറിച്ച് വെക്കുന്നുണ്ടെന്നുള്ള അല്ലാതെ ഒരു മന്ത്രിയോട് 10ാം ക്ലാസ്സിൽ എത്ര സബ്ജക്റ്റ് ഉണ്ടെന്ന് ഒറ്റ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു. പറയുമോ? ഇല്ലെന്നാണ് എൻ്റെ കണക്കൂട്ടിൽ. നിങ്ങളുടെ അഭിപ്രായം എന്താ? ശരിയല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവരെ മാത്രമല്ല കുറ്റം പറയുന്നത്, പിന്നെ LDFനെ അല്ല UDFനെ മാത്രമല്ല കുറ്റം പറയുന്നത്, മൊത്തത്തിലാണ് പറയുന്നത്. നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ. ഏത് മന്ത്രിമാരാണെന്ന് പറഞ്ഞാൽ ഒരു വകുപ്പ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവർ തന്നെയാണോ ഈ മന്ത്രിയായിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ടേ. കുറേ MLA ജയിച്ചു വന്നു, അതിൽ നമുക്ക് വേണ്ടപ്പെട്ട കുറേ ആൾക്കാർക്ക് കുറേ വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവൈഡ് ചെയ്ത് കൊടുത്തു എന്നുള്ളതല്ലാതെ ആ ഒരു മേഖലയെക്കുറിച്ച് എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാരായിരിക്കുമോ? ഇനിയിപ്പോട്ടെ, ആ മേഖലയെക്കുറിച്ച് അറിയത്തില്ലെന്ന് തന്നെ കൂട്ടിക്കും. പക്ഷേ ഉദ്യോഗസ്ഥന്മാർ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കും അതിനെ കൃത്യമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി അതിന് ഇന്ന രീതിയിലൊക്കെ ചെയ്യാന്നുള്ള അതിനുള്ള ഒരു കാലിബറെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ. പക്ഷേ അതും അല്ലല്ലോ. ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും പേപ്പർ കൊണ്ട് തരും, അതേ നോക്കിയിട്ട് സൈൻ ചെയ്ത് കൊടുക്കും. പിന്നെ ഇപ്പുറത്തോട്ട് മാറി എന്നിട്ട് മറ്റേ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് ഏതാണ്ടെല്ലാം പേപ്പറെ നോക്കി കാണാതെ പറയും എന്നുള്ളതല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒരു വകുപ്പ് കൃത്യമായിട്ട് ഭരിക്കാൻ അറിയാവുന്ന ഏതെങ്കിലും മന്ത്രിമാർ ഇത്രയും നാളായിട്ടും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഒരു വിധിയല്ലേ? കണ്ട KSRTCക്കും മറ്റേതിനൊക്കെ കല്ലെടുത്ത് എറിഞ്ഞവരൊക്കെ വലിയ നേതാക്കന്മാരായി. അതിനുശേഷം ചുമ്മാ ഒരു വകുപ്പൊന്നും പറഞ്ഞുകൊണ്ട് കയറി ഇന്ന് വിദ്യാഭ്യാസ മന്ത്രിയെന്നോ ആരോഗ്യവകുപ്പ് മന്ത്രിയെന്നോ വിദ്യാശക്തി മന്ത്രി എന്നൊക്കെ പറഞ്ഞ് കയറിയിരിക്കുകയാണ്. ഒരു പ്ലഗ് പോയിന്റ് കാണിച്ചിട്ട് ഇതിൻ്റെ ഏത് തുളയിലാണ് ഫേസ് വരുന്നത്, ഏത് തുളയിലാണ് ന്യൂട്രൽ, എവിടെയാണ് എർത്ത് വരുന്നതെന്ന് ചോദിച്ചാൽ പോലും അറിയത്തില്ലാത്ത ആൾക്കാരാണ് മിക്കവാറും വിദ്യാശക്തി മന്ത്രിയൊക്കെ ആയിട്ടിരിക്കുന്നത്. അതുപോലൊക്കെ തന്നെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയൊക്കെ. ഒരു CPR കൊടുക്കാൻ അറിയാമായിരിക്കുമോ? എത്ര ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞ് തീർന്നു. അങ്ങനെ നമ്മുടെ നാട്ടിലെ സകല വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ യോഗ്യത നോക്കിക്കഴിഞ്ഞാൽ കുഴഞ്ഞു പോകത്തേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മാത്രം അങ്ങോട്ട് കൊണ്ട് വോട്ട് കുത്തി കൊടുക്കുക. നല്ല വിവരം വിദ്യാഭ്യാസമുള്ള ആരെങ്കിലും എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ അവനെ തോപ്പിക്കുക. എന്തിന്? പാലക്കാട് ഓർക്കുന്നില്ലേ ശ്രീധരൻ സാറിനെ പോലുള്ള മെട്രോമാൻ, അദ്ദേഹത്തിനെയൊക്കെ തോപ്പിച്ച് കൈ കൊടുത്ത്. അങ്ങനത്തെ നാടാണ് നമ്മുടെ. ഇപ്പോൾ ഈ വീഡിയോ കണ്ടില്ലേ മുരളീധരൻ സാർ പറഞ്ഞത് കൊറോണ ചത്തുപോകുന്നു. അത് 30° മേളിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ കൊറോണ ചത്തുപോകുന്നതാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ ഊഷ്മാവെന്ന് പറഞ്ഞാൽ തന്നെ 37° അല്ലേ? അതുപോലും അറിയത്തില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പം ഞാൻ ഇദ്ദേഹത്തെ ഒന്നും കുറ്റം പറയത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ഇത്ര നാളും ഭരിച്ച മന്ത്രിമാരുടെ യോഗ്യതയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല, ഓക്കെയാണ്, ഈക്വലാണ്. അതിന് ഈ കമ്മികളെങ്ങനെ ഷെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഭരിച്ചിരുന്ന ആൾക്കാരും ഒരുമാതിരിപ്പെട്ട മന്ത്രിമാരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെ. ആർക്കും ഒരു ചുക്കും ചുണ്ണാമ്പോ അറിയത്തില്ല. ഉദ്യോഗസ്ഥന്മാരും എല്ലാം പറഞ്ഞു കൊടുക്കും, ആ ശരി എന്നാൽ സൈൻ ചെയ്തേക്കാം. ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. പ്രബുദ്ധ ജനങ്ങളല്ലേ നമ്മുടെ കേരളീയർ. പിന്നെ തന്മയത്വം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും വകുപ്പിൽ കയറി കഴിഞ്ഞാൽ അവരവിടെ ഇരുന്ന് ഉദ്യോഗസ്ഥരോടെല്ലാം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ പഠിക്കും. ഇതിൻ്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെ പറയാം. ഒരാൾക്ക് 2 വകുപ്പ് ശരിയാണ്. നമ്മുടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-40 വകുപ്പോളം മൊത്തം വരും. അപ്പോൾ 21 മന്ത്രിമാരെ ഒക്കെ പാടുള്ളതാണല്ലോ. കാരണം എന്താ വെച്ചാൽ അത്രയും മന്ത്രിമാർ വന്നു കഴിഞ്ഞാൽ ചിലവുകൾ കൂടും. അതുകൊണ്ടൊക്കെയാണല്ലോ പലർക്കും 2-3 വകുപ്പുകളൊക്കെ ഒന്നിച്ച് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ വലിയ വലിയ വകുപ്പുകളുണ്ടല്ലോ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഹെൽത്തും വിദ്യാഭ്യാസവും കൂടെ കൂടിയിട്ട് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ ചുമ്മാ എന്നാൽ കിടക്കട്ടെ, നിനക്ക് ഒരു ആഭ്യന്തരം കിടക്കട്ടെ, ഒരു വിദ്യാഭ്യാസം കിടക്കട്ടെ, ഇത് രണ്ടും കൂടെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ ഒക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ വലിയ വലിയ വകുപ്പുകളൊക്കെ. ഒരു വകുപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ പഠിച്ചു തീരണമെങ്കിൽ എന്തൊരു പ്രയാസമായിരിക്കും. അതായത് ആത്മാർത്ഥതയുള്ള ആൾക്കാർക്ക്, അല്ലാതെ കൈയിട്ട് വരാൻ പോകുന്നവർക്ക് 2, 3, 4, 5 വകുപ്പുകൾ കൊടുത്താൽ അങ്ങ് പോകും. ഉദ്യോഗസ്ഥരും എല്ലാം വന്ന് പറയും, ഒപ്പിട്ടങ്ങ് കൊടുക്കും, അത്രേ ഉള്ളൂ. അതേസമയം ആത്മാർത്ഥതയോടുകൂടി ഇപ്പോൾ ടൂറിസം വകുപ്പ് മന്ത്രിയാണെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അയാൾക്ക് എന്തുമാത്രം കാര്യങ്ങൾ പഠിക്കാൻ കിടക്കും. ഈ 5 വർഷം തികയുമോ? ഒന്ന് ആലോചിച്ച്. ഊണും ഉറക്കവും കാണത്തില്ല ആത്മാർത്ഥമുള്ളവർക്ക്. അപ്പോൾ എങ്ങനെയാണ് ഈ വലിയ വകുപ്പുകൾ 2 കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.